ഇതെനിക്ക് പാരീസ് കോർണർ അയച്ചിരുന്ന പെർഫ്യൂമാണ് ഫ്രീ ആയിട്ട് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ട്. പെർഫ്യൂമിൻ്റെ പേര് ഹൂറിയ. പേര് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. വില തുടക്കത്തിലേ പറയാം, 3000 താഴെയാണ് വില വരുന്നത്. അവർ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വാങ്ങുന്നവർക്ക് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3000 താഴെ എന്തായാലും കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം അയച്ചു തന്നിട്ട് ഒരാഴ്ചയായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ഒന്ന് പുറത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ അടിച്ചിട്ട് പോയി. അതുകൊണ്ട് അനുഭവം പറയാം. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ആര് വാങ്ങണം? ഇപ്പോൾ തുടക്കത്തിലേ ഞാനൊരു കാര്യം പറയാം. ഞാൻ അറിയാലോ, ഞാൻ ഊത് വരുന്ന മണങ്ങളോട് വലിയ താല്പര്യമില്ല. അപൂർവം ചില ഊതുകളോട് മാത്രമാണ് എനിക്ക് താല്പര്യമുള്ളത്. അത് തുടക്കത്തിലേ ഞാൻ പറയുന്നു. പാക്കേജിങ് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാം. ബോട്ടിൽ നല്ലൊരു ബോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഉണ്ടല്ലേ, ഒരു സ്വീറ്റ് ഫ്രൂട്ടി ഫ്രഷ് ടൈപ്പ് മണങ്ങളോട് സാമ്യമുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. ക്യാപ്പ് വരുന്നത് മെറ്റലാണെന്ന് തോന്നുന്നു. മെറ്റൽ EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇവിടെ പാരീസ് കോർണറിൻ്റെ ഒക്കെ പേരും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ നല്ല ബോട്ടിൽ, ഒരു 3000 രൂപയിൽ കിട്ടാവുന്ന നല്ലൊരു ബോട്ടിൽ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഒരു 4 ദിവസം മുമ്പ് കിട്ടിയ കൈയോട് തന്നെ ഞാൻ അടിച്ചു. കുറച്ച് നേരത്തേക്ക് എൻ്റെ മുറിയിൽ എനിക്ക് കയറാൻ പറ്റും. കുറച്ച് നേരത്തേക്ക് എത്രയോ മണിക്കൂർ വരെ എനിക്ക് മുറിയിൽ കയറാൻ പറ്റും. വളരെ സ്ട്രോങ് ആയിരുന്നു ഈ പെർഫ്യൂം. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് അന്നേ ദിവസം വന്ന ബാക്കി ഒരു പെർഫ്യൂം എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ സ്ട്രോങ് ആയിരുന്നു ഈ ഒരു പെർഫ്യൂം. അപ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് ഇവർ അയച്ചു തന്നപ്പോൾ ഫ്രാഗ്രൻറ്റിക്കൽ കയറി നോട്ട് എന്താണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഒരു റിവ്യൂ കണ്ടിട്ടില്ല. ബ്ലൈൻഡായിട്ട് അവരെനിക്ക് അയച്ചു തന്നു. ബ്ലൈൻഡായിട്ട് നിങ്ങളെപ്പോലെ ഒരു പെർഫ്യൂം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതേ ആവേശത്തോടു കൂടി സമയവും കാലവും നോക്കാതെ പൊട്ടിച്ചടിച്ചു നോക്കി. അടിച്ചപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായത് ഇതൊരു ഫ്രൂട്ടി സ്മെല്ലാണ്, ഒപ്പം ഒരു ഊതിൻ്റെ ലെതറിൻ്റെ മണം വരുന്നു. ഞാനത് മാറ്റിവെച്ചു. മാറ്റി വെച്ചിട്ട് ഇന്നലെ എനിക്ക് കൊറിയർ, അത് സ്പീഡ് പോസ്റ്റിൽ കൊറിയർ കൊണ്ട് കൊടുക്കണം. അപ്പോൾ സ്പീഡ് പോസ്റ്റിൽ നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ വേറെ ഒന്നും അടിക്കാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇതെടുത്ത് അടിച്ചാൽ എന്തായാലും നോക്കാം റിയാക്ഷൻ എങ്ങനെയെന്ന് അറിയാൻ വെറുതെ നോക്കി. വെയിലത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഇത് ഒരുപാട് ക്ലോയിങ് ആകുമ്പോൾ ബുദ്ധിമുട്ടാകുമോ എന്ന് അറിയാൻ വേണ്ടി അടിച്ചിട്ട് പോയി. 2-3 സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെറുതെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു പെർഫ്യൂം വാങ്ങുമ്പോൾ ടെസ്റ്റിന് അടിച്ച് നോക്കത്തില്ലേ, ചെസ്റ്റിൽ 2-3 സ്പ്രേ അതേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെയിലത്ത് കയറി ചെന്ന് കൊറിയർ കൊണ്ട് കൊടുത്തു. അവർ അഡ്രസ്സ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കർ ഒട്ടിച്ചു. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനർ കൊടുത്തു. അപ്പോൾ അകത്തുനിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടെ ഒരു മണം വരുന്നതെന്ന്. ആ പെൺകുട്ടി വന്ന് ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് മേഡത്തിനോട് ചോദിക്കുകയാണ്. ഈ സാധനം അടിച്ചത്. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ അടിച്ച അന്ന് തന്നെ എനിക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി ജെന്യുവനായിട്ട്. പക്ഷേ ഈ പെർഫ്യൂം എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള പെർഫ്യൂം അല്ല. ഉറപ്പായിട്ടും പറയാം, എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള പെർഫ്യൂം അല്ല. ഇത് ആര് ഉപയോഗിക്കണം, ആര് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് ട്രൈ ചെയ്താൽ നിങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ പെർഫ്യൂമിൻ്റെ മണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഇരുന്ന് ഇതിൻ്റെ എന്താണെന്ന് അറിയണമല്ലോ. ഫ്രാഗ്രൻറ്റിക്കയിൽ ചിലപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നോട്ടും കാര്യങ്ങളും കാണത്തില്ല എന്ന് കരുതി ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഫ്രാഗ്രൻറ്റിക്കയിലുണ്ട് 2-3 കമൻറ്റേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫ്രാഗ്രൻറ്റിക്കയിൽ ഞാൻ ഈ പെർഫ്യൂമിൻ്റെ നോട്ടും കാര്യങ്ങളും നോക്കിയപ്പോൾ ശരിക്കും ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത്, ഇത് ട്രൈ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന നോട്ടുകൾ എന്താണോ അത് തന്നെയാണ് ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് റിമൈൻഡറിൽ കൊടുത്തിരിക്കുന്നത് ഊദ് മറക്കൂജ. ആ ഒരു പെർഫ്യൂം ഊദ് മറക്കൂജ നിങ്ങൾക്കറിയാം, ഏകദേശം 28,000, 30,000, 32 ആ റേഞ്ചിൽ വരുന്ന ഒരു ഊദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഊദ് മറക്കൂജ. പലരുടെയും ഒരു സ്വപ്നമാണ് ഈ ഒരു പെർഫ്യൂം വാങ്ങണമെന്നുള്ളത്. അപ്പം ആ ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് വെർഷനാണ് ഹൂറിയ. നിങ്ങൾ അതുമായിട്ട് സാമ്യമുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഊദ് മറക്കൂജ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ഊദ് മറക്കൂജയുടെ നോട്ടും ഇതിൻ്റെ നോട്ടും മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ടിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ മണമാണ്. പാഷൻ ഫ്രൂട്ടും ഊതും ലെതറും ചേരുമ്പോൾ ഒരു മണമാണ് ഊദ് മറക്കൂജയുടെ DNA. അതേ DNA തന്നെയാണ് ഈ ഒരു പെർഫ്യൂമിലും പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആദ്യം സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി സ്മെല്ലായിട്ട് നിങ്ങൾക്ക് തോന്നും, ഒരു ഇല്യൂഷൻ വരും. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന പോലെ മധുരവും പുളിയും ചേർന്ന പാഷൻ ഫ്രൂട്ടിന്റെ മണമല്ല, മറിച്ച് മധുരം മാത്രം നിൽക്കുന്ന ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, ചുവന്ന നിറത്തിൽ, എനിക്ക് അതിന്റെ പേര് അറിയത്തില്ല, അതിൽ മധുരം മാത്രമായിരിക്കും. ആ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ DNAയും ടോം ഫോർഡ് ടസ്കാൻ ലെതറിൽ പാഷൻ ഫ്രൂട്ട് ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ടോം ഫോർഡ് ടസ്കാൻ ലെതർ. ടസ്കാൻ ലെതറിന്റെ സ്വീറ്റ് ലെതർ, ടസ്കാൻ ലെതർ ഒരു നമ്മുടെ ബെൻലി മെൻ ഇന്റൻസ് പോലുള്ള, അല്ലെങ്കിൽ ഒരു പുതിയൊരു കാറ് വാങ്ങുമ്പോൾ ആ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ലെതറിന്റെ മണമോ, അല്ലെങ്കിൽ ചെരുപ്പ് തേക്കുമ്പോൾ ഉണ്ടാകുന്ന ചെരുപ്പിന്റെ മണമോ ഒന്നും അല്ല അത്. ആ ലെതർ അല്ല, മറിച്ച് ഒരു ബെറീസ് ചേർന്നിട്ടുള്ള ഒരു സ്വീറ്റ് ലെതർ, നമുക്കൊരു അല്പം സ്വീറ്റ്നെസ് തോന്നും. ആ ഒരു സ്വീറ്റ് ലെതറാണ് ടോം ഫോർഡ് ടസ്കാൻ ലെതർ ചേർത്തിരിക്കുന്നത്. ആ ഒരു ടോം ഫോർഡ് ടസ്കാൻ ലെതറിൽ പാഷൻ ഫ്രൂട്ട്, മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ചേർത്താൽ പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ഫ്രൂട്ടി മണവും ഒപ്പം ലെതറിന്റെ മണവും പിന്നെ
ഊതിൻ്റെ മണവും. ലൈറ്റായിട്ടുള്ള ഊതാണ് ചേർത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു ഊത് നിങ്ങൾക്ക് ലെതറായിട്ടായിരിക്കും തോന്നുക. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഡ്രൈ ഡൗണിൽ വരുമ്പോൾ റോസിൻ്റെ മണവും വരും. റോസിൻ്റെ മണം ഡ്രൈ ഡൗണിൽ വരും. ഇത്രയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതാണ് എൻ്റെ മൂക്കിന് പിക്ക് ചെയ്യാൻ പറ്റിയ നോട്ടുകൾ. ബാക്കി ഒരു നോട്ട് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത്രയാണ് എൻ്റെ നോട്ട്. ഇനി ഇതിൻ്റെ മണം ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം വാങ്ങേണ്ടത് ആരാണെന്ന് വ്യക്തമായും പറഞ്ഞുതരാം. പെർഫോമൻസ് ഇല്ല എന്ന് പറയുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. കാരണം ഇത് വസ്ത്രങ്ങൾ അലക്കണം, ഡ്രൈ ക്ലീൻ ചെയ്യണം, എങ്കിലേ ഈ മണം പോകും. ഒരു മുറിയിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എത്രയോ മണിക്കൂർ, 6-7 മണിക്കൂർ ആ മുറിയിലെ മണം ഉണ്ടാവും. വളരെ സ്ട്രോങ് ആണ്. എനിക്ക് തോന്നിയത് ആദ്യത്തെ ബാച്ച്, എനിക്കറിയില്ല, പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ്. ചിലരോട് കമന്റിൽ വന്ന് പറയാറുണ്ട്, പേഴ്സണലി വന്ന് പറയാറുണ്ട്, ബഡ്ജറ്റ് ഇല്ല ചേട്ടാ, ബഡ്ജറ്റ് ഒന്നുമില്ല, എനിക്ക് നിങ്ങളെപ്പോലെ വില കൂടിയ പെർഫ്യൂം വാങ്ങാൻ പൈസയൊന്നുമില്ല, എനിക്ക് സിന്തറ്റിക് ആണ്, അതൊന്നും എനിക്ക് വിഷയമില്ല. ഞാൻ ഒരു പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ അത് 4 ആൾ അറിയണം ഞാൻ പെർഫ്യൂം അടിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഞാനൊരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പ് മണം എത്തണം, ആ ഗേറ്റിൽ വെച്ച് മണം വരണം, ഇന്നയാൾ അവിടെ വന്നിട്ടുണ്ടെന്ന്. ഒരു ക്രൗഡിൽ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ നോക്കണം. ഞാൻ നടന്നു പോകുമ്പോൾ പലരും പറയാറുണ്ട്, ചേട്ടാ ബൈക്കിലൊക്കെ പോകുമ്പോൾ തൊട്ട് മുമ്പേ പോയ ബൈക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു മണം വരാറുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള മണം. അതെന്ത് മണമാണ്? അതുപോലുള്ള അതുപോലെ എനിക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് തൊട്ട് പിറകെ വരുന്നവർക്കും ഈ മണം കിട്ടണം. അതുപോലെ തന്നെ ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളവർക്കും ഇതേ മണം കിട്ടണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർഫ്യൂം. വളരെ സ്ട്രോങ് ആണ്. ഇതൊരു മിഡിൽ ഈസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ള DNA ആണ്. പക്ഷേ അതിനകത്തൊരു പാഷൻ ഫ്രൂട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ഫ്രഞ്ച് ടൈപ്പും ഒപ്പം ഒരു മിഡിൽ ഈസ്റ്റേൺ DNA ഒക്കെ ചേർന്ന് വരുന്ന ഒരു പെർഫ്യൂമാണ്. ഫ്രഷ് പെർഫ്യൂം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതല്ല, ഓഫീസിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കല്ല. ഓഫീസിൽ ഉപയോഗിക്കാം, പക്ഷെ ഒറ്റ സ്പ്രേ ഞാൻ പറയും, അതിനപ്പുറം നിങ്ങൾ ഉപയോഗിക്കുക, ഒന്ന് അല്ലെങ്കിൽ 2 സ്പ്രേ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. വല്ലപ്പോഴൊക്കെ മാത്രം എടുത്തു പറയുന്നത്, വല്ലപ്പോഴൊക്കെ മാത്രം ഓഫീസിൽ ഉപയോഗിക്കുക. ഇനി എൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളിത് അടിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇത് എന്ത് പെർഫ്യൂം അടിച്ചിരിക്കുന്ന ഉറപ്പായിട്ട് ചോദിക്കും. കാരണം അത് സ്ട്രോങ് ആണ്, മണം പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ആൾക്കാർ ചോദിക്കും. അപ്പോൾ അതിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഇനി പെർഫോമൻസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് അലക്കണം നിങ്ങൾ, റേഷൻ കാർഡ് സംഭവം. ഇനി എനിക്ക് തോന്നുന്നത് മെൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് യൂണിസെക്സ് ആണോ എന്ന് എനിക്കറിയില്ല, മെൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗേൾസിൽ ഇപ്പോൾ നമ്മുടെ കേളി ഫ്രാൻസിനൊക്കെ പോലെ ഡാർക്ക് മണങ്ങളുണ്ട്, അല്പം സ്പൈസി ഊത് മണങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഇത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള മണങ്ങൾ താല്പര്യമുള്ളവർക്ക് ഗേൾസിന് ഇത് ട്രൈ ചെയ്യാം. ഇനി വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ പല ഇൻസ്പയർഡ് പെർഫ്യൂമിന് പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരിക്കലും ഇത് സിന്തറ്റിക് ആണോ നാച്ചുറൽ ആണോ എന്നുള്ള ചോദ്യം ചോദിച്ച് വരരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട സിന്തറ്റിക് ആയിരിക്കും, അത് സിന്തറ്റിക് ആയിരിക്കും, അതിലൊരു സംശയമില്ല. ഒറിജിനൽ പെർഫ്യൂം വാങ്ങാൻ ബഡ്ജറ്റ് ഉള്ളവൻ മാത്രം ചോദിക്കേണ്ട ചോദ്യമാണ് സിന്തറ്റിക് ആണോ അല്ലയോ എന്നുള്ളത്. ബഡ്ജറ്റ് ഇല്ലാത്ത സാധാരണക്കാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെർഫ്യൂം വാങ്ങാൻ നിൽക്കുമ്പോൾ ഇത് നാച്ചുറൽ ഓയിൽ ആണോ, നാച്ചുറൽ സ്മെല്ലാണോ, തലവേദന വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല. നിങ്ങൾക്ക് പെർഫോമൻസ് വേണമെങ്കിൽ അത് സിന്തറ്റിക് ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതിൽ തലവേദന ഉണ്ടാകുമോ തലവേദന ഉണ്ടാവത്തില്ലേ എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഊത് മറക്കൂച്ച് അടിച്ച് നടക്കുന്നവരുണ്ടല്ലോ, ഒറിജിനൽ സാധനം വാങ്ങി അടിച്ച് നടക്കുന്നവരുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതുകൊണ്ട് ഇത്തരം പെർഫ്യൂം വാങ്ങുന്നവരെ തുടക്കത്തിലേ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങളൊരു പെർഫ്യൂം വാങ്ങുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്, നമ്മൾ എന്ത് വാങ്ങണം എന്നറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ എന്ത് വാങ്ങാൻ പാടില്ല എന്നറിഞ്ഞിരിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ എന്ത് വാങ്ങാൻ പാടില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ എൻ്റെ ഡിമാൻഡ്, എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം വേണം, എനിക്ക് ലോങ്ജിവിറ്റി വേണം, പ്രൊജക്ഷൻ വേണം, കോംപ്ലിമെന്റ് കിട്ടണം, എനിക്ക് ഏത് DNA വർക്കൗട്ട് ആവും, അങ്ങനെയുള്ളവർ വേണം ഇങ്ങനെയുള്ള പെർഫ്യൂംസ് വാങ്ങാൻ. ഇനി ഫ്രഷ് മാത്രം ഉപയോഗിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത്തരം പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം എന്ത് പറ്റുന്ന അറിയാം, ഇവർ ബാക്കിയുള്ളവർക്ക് പോലും മടുപ്പിക്കുന്ന കമന്റ് ഇടും, പെർഫ്യൂമിനെ കുറ്റം പറയും. പെർഫ്യൂമിനെ കുറ്റം പറയാൻ പാടില്ല. നമുക്ക് വർക്കൗട്ട് ആയെങ്കിൽ നമുക്ക് വർക്കൗട്ട് ആയില്ല, ഇത് എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. കാരണം ഞാൻ ഇത്തരം മണങ്ങൾ എനിക്ക് വർക്കൗട്ട് ആകാറില്ല. കാരണം എനിക്ക് നന്നായിട്ട് വിയർപ്പ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ചില മണങ്ങൾ വിയർപ്പുമായിട്ട് എനിക്ക് ഒത്തുപോകില്ല. അതൊന്ന് എനിക്ക് പൊതുവെ എനിക്ക് വർക്കൗട്ട്, എനിക്ക് ഒരു മറൈൻ ഫ്രഷ് സിട്രസി സ്മെല്ലുകളാണ് താല്പര്യം. ഇത് വർക്കൗട്ട് ആവുന്നത് ഞാൻ ഈ പറയുന്ന ആളുകൾക്കൊക്കെ കോംപ്ലിമെന്റിന് വേണ്ടി നടക്കുന്നവർ, 4 ആൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഒരു പരിസരം മുഴുവനും പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഹൈക്കോടതി വരെ മണം എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ പെർഫ്യൂംസ്. അപ്പോൾ ഊത് മറക്കൂജയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട്, ഒരു പകരക്കാരനായിട്ട് ഒരു 3000 രൂപയെ താഴെ നിങ്ങളൊരു പെർഫ്യൂം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും. ഇനി ഊത് വേണം, എനിക്ക് ഫ്രൂട്ടി വേണം, ലെതർ വേണം, അപ്പോൾ എല്ലാം ചേർന്നിട്ടുള്ള ഒരു പാക്കേജാണ്. ഇതിൽ ഫ്രൂട്ടി നോട്ടുണ്ട്, ഊതുണ്ട്, ലെതറുണ്ട്, സ്പൈസിനെസ് ഉണ്ട്, റോസും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സെന്റ് പ്രൊഫൈൽ മനസ്സിലായി, ക്യാരക്ടർ മനസ്സിലായി, DNA മനസ്സിലായി. ഇനി ഉപയോഗിക്കേണ്ട കാലാവസ്ഥ പറയാൻ, ഇത് നിങ്ങൾ വൈകുന്നേരവും രാത്രിയും അല്ലാതെ നട്ടുച്ചയ്ക്ക് ഉപയോഗിക്കരുത്. ഞാൻ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് 37 ഡിഗ്രി സെൽഷ്യസിൽ പുറത്തിറങ്ങി നോക്കിയത്.
അവിടെ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടി എന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞു, അത് സത്യം തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ഉച്ചയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. രാവിലെ വെയിൽ അതായത് ഉച്ചയാകുന്നതിന് മുമ്പുള്ള സമയം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരുപാട് വെയിലുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്, കാരണം അത് ക്ലോയിങ് ആവും, അടുത്തിരിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ലൈറ്റായിട്ട് അടിക്കാൻ നോക്കുക. എങ്ങനെയാണെങ്കിലും ഇത് 10-24 മണിക്കൂർ നേരം ഈ സാധനം നിൽക്കും, അതിലൊരു സംശയമില്ല. ഇത് എൻ്റെ അനുഭവമാണ്, സബ്ജക്റ്റീവാണ് ഈ ഒരു കാര്യം. സ്പ്രെയർ പ്രഷറൈസ് ആയിട്ടുള്ള സ്പ്രെയർ ആണ്. ഞാൻ ബോഡിയിൽ അടിക്കാത്തതിന് കാരണം ഇത് കൈ കഴുകിയാൽ മാത്രമേ ഇത് പോകും. പിന്നെ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ പെർഫ്യൂം. ഈ മുറി മുഴുവനും ഇപ്പോൾ സ്വീറ്റ് ബെറീസിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മധുരമുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ മണം. ഇതിൽ ആഡ് ചെയ്തിട്ടില്ലാത്ത എന്തൊക്കെയോ മണം. ഉദാഹരണത്തിന് ഈ റാപ്സ്ബെറി, ടോം ഫോർഡ് ടസ്കാനതെല്ലാം ചേർത്തിരിക്കുന്ന റാപ്സ്ബെറിയുടെ മണം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലതുപോലെ ഒരു പഴുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ മണം, ഫ്രൂട്ടി മണമാണ് ഓപ്പണിങ്ങിൽ വരുന്നത്. അതോടൊപ്പമാണ് പിന്നെ അകമ്പടിയായിട്ട് ലെതറിൻ്റെയും ഊതിൻ്റെയൊക്കെ മണം വരുന്നത്. ഈ മുറിയും എൻ്റെ ഈ താഴത്തെ മുറിയും അടുക്കളയും ടോയ്ലറ്റ് എല്ലാം ഇനി ഈ ഒരു മണമായിരിക്കും. അതുപോലെ സ്ട്രോങ് ആണ്. പെർഫോമൻസ്, ഭീകര പെർഫോമൻസ് ആയിട്ടുള്ള പെർഫ്യൂം. 3000 രൂപയിൽ താഴെ പെർഫോമൻസ്, ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, കോംപ്ലിമെന്റ് ഫാക്ടർ, ഡാർക്ക് മിസ്റ്റീരിയസ് മണം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് വാങ്ങാനുള്ള സോഴ്സ് കമൻറ്റിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം. മലയാളിയാണ്, അദ്ദേഹമാണ് ഇതിൻ്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്, തൃശ്ശൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നേരിട്ട് പോയി തൃശ്ശൂരോ എറണാകുളത്തുള്ളവർക്ക് നേരിട്ട് പോയി ട്രൈ ചെയ്തിട്ട് വാങ്ങാം. അല്ലാതുള്ളവർക്ക് അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കമൻറ്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം. പേഴ്സണലി മെസ്സേജ് അയച്ചാൽ അവർ ഹോം ഡെലിവറി ചെയ്യും. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുക, നമ്പർ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം, നിങ്ങൾ ചോദിച്ച് വാങ്ങും. കല്യാണം, പാർട്ടി, ക്ലബിങ്, അതുപോലുള്ള നൈറ്റ് ഔട്ട് പരിപാടി, ഡിന്നറിനൊക്കെ പോകുമ്പോൾ, രാത്രി മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂം. ഉറപ്പായിട്ടും ആദ്യം ചോദിക്കുക, നിങ്ങൾ അടുത്തോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇതേതാ ഈ പെർഫ്യൂം അടിച്ചിരിക്കുന്നതെന്നായിരിക്കും ചോദിക്കുക. അത് ഉറപ്പായിട്ട് അത് ചോദിക്കും, കാരണം അതുപോലെ പെർഫോമൻസ് ഉണ്ട്. പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്ത് പറയുന്നത്. വാങ്ങാൻ താല്പര്യമുള്ളവർ കമൻറ്റിലെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.